ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഞാനൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോയി. ജീവയാണ് അതിനകത്ത് ഹീറോ. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ KS രവികുമാർ അതിനകത്ത് വേറൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ KS രവികുമാറിനെ കണ്ടു. എനിക്കറിയാം. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഇയാൾ എന്നെ മൈൻഡ് ചെയ്തില്ല. എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ ഒരു ദിവസം അഭിനയിച്ചു. എന്റെ അടുത്ത് സംസാരിക്കുന്നോ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം അപ്പൊ ലാൽ എന്നെ വീഡിയോ കോളിൽ വിളിച്ചു. അപ്പൊ ഞങ്ങൾ സാധാരണ അല്പം വീഡിയോ കോളിൽ സംസാരിക്കും. ഞാൻ അങ്ങോട്ടല്ല വിളിച്ചത്. ലാലിന്റെ എന്നോടൊന്ന് വേറെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ ഞാൻ വീഡിയോ കോളിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ ജീവ എന്റെ തൊട്ടടുത്തിരിപ്പുണ്ട്. ലാലിന്റെ ഫ്രണ്ട് ഇവിടെ എന്റെ അടുത്തുണ്ട്. ഞാൻ ഇങ്ങനെ ജീവയെ കാണിച്ചു. ജീവ ചാടി എഴുന്നിട്ടില്ല സാർ. എന്നിട്ട് കീർത്തി ചക്രല്ലേ പോരാണ്. അപ്പൊ കീർത്തി ചക്രല്ലേ എന്ന കാര്യം ഇങ്ങനെ നിന്നിട്ടാണ് ജീവ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ KS രവികുമാർ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഒരു മര്യാദ ഇല്ലാതെ ഈ ഫോണങ്ങ് തട്ടിപ്പറിച്ചു. ലാൽ സാർ സാർ എപ്പടി സാർ അങ്ങനെ സാർ സാർ ரொம்ப ആശ സാർ ഒരു വാട്ടി പാക്കണം എന്നൊരു ആശ സാർ. അപ്പൊ ഇയാളുടെ എല്ലാ ബോധവും പോയി. അപ്പൊ ഞാൻ എന്തൊക്കെ പറയണ്ടേ. അപ്പൊ ശരണി ഉണ്ടായിരുന്നു. ശരണി എടുത്ത് സംസാരിച്ചു. തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വെച്ചു. പിറ്റേ ദിവസമായി KS രവികുമാർ എന്നെ കണ്ടെഴുതിട്ട്